ഇന്നത്തെ വീഡിയോ ഇറ്റാലിയൻ ഓപ്പണിംഗിൽ ബ്ലാക്കിന് അനുകൂലമായ ഒരു ട്രാപ്പാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് ഒന്ന് തിരിച്ചു വെക്കാം. ആദ്യം വൈറ്റ് E4 മൂവ് ചെയ്ത് കളി ആരംഭിക്കുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്തതായി നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ അറ്റാക്കിലുള്ള ബ്ലാക്കിന്റെ പൗണിനെ നൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായി വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഇറ്റാലിയൻ ഓപ്പണിംഗ് ഗെയിം. ഇവിടെ നിന്നും ബ്ലാക്കിന് അടുത്തതായി എന്ത് വേണമെങ്കിലും മൂവ് ചെയ്യാം. മെയിനായും ബ്ലാക്ക് ഇവിടെ ഒന്നെങ്കിൽ ബിഷപ്പിനെ C5ലേക്കോ അല്ലെങ്കിൽ നൈറ്റിനെ C6ലേക്കുമായിരിക്കും മൂവ് ചെയ്യിക്കുക. ബ്ലാക്കിനിവിടെ ഇങ്ങനെ ഏത് മൂവ് വേണമെങ്കിലും കളിക്കാം. ഇവിടെ ബ്ലാക്ക് അടുത്തതായി നൈറ്റിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. വൈറ്റ് അടുത്തതായി കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്ത് കാസ്ലിംഗിനുള്ള സൗകര്യമുണ്ടാക്കുന്നു. വൈറ്റ് അടുത്തതായി C3 മൂവ് ചെയ്ത് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം E4ലുള്ള പൗണിന് ഒരു സപ്പോർട്ടും കൂടെ നൽകുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്ത് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് അടുത്തതായി ബിഷപ്പിനെ G5ലേക്ക് മൂവ് ചെയ്ത് ബ്ലാക്കിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്ത് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് വീണ്ടും ആ ബിഷപ്പിനെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതിനായി G5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ നിന്നും ബ്ലാക്ക് അതിന്റെ ട്രാപ്പ് ആരംഭിക്കുകയാണ്. അതിനായി ആദ്യം G5ലുള്ള പൗണിന്റെ സപ്പോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ H5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് ഇവിടെ നോക്കുമ്പോൾ ബ്ലാക്കിന്റെ G5ലുള്ള പൗണിന് ഒരു സപ്പോർട്ടും ഇല്ലാതിരിക്കുകയാണ്. ആ പൗൺ ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റിന്റെ അറ്റാക്കിലുമാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ വേറെ ഒന്നും ആലോചിക്കാതെ ആ പൗണിനെ വെട്ടിയെടുത്ത് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിച്ചാൽ അതോടെ വൈറ്റ് തീർന്നു. കാരണം അടുത്തത് ബ്ലാക്ക് H4 മൂവ് ചെയ്ത് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ ബിഷപ്പ് ട്രാപ്പ് ആയിരിക്കുകയാണ്. ഇനി വൈറ്റിന് ഈ ബിഷപ്പിനെ എന്തായാലും രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ബ്ലാക്കിന്റെ F7 പൗണിനെ വെട്ടിയെടുത്ത് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്കിന്റെ 2 പീസുകൾ ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. ബ്ലാക്കിനിപ്പോൾ ഒന്നെങ്കിൽ ക്യൂനിനെയോ അല്ലെങ്കിൽ റൂക്കിനെയോ ഈ 2 പീസിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രമേ അറ്റാക്കിൽ നിന്നും മാറ്റാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ക്യൂനിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയം വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടുന്നു. ബ്ലാക്ക് പൗൺ ഉപയോഗിച്ച് വൈറ്റിന്റെ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് പൗൺ കൊണ്ട് ബ്ലാക്കിന്റെ പൗണിനെ വെട്ടുന്നു. അടുത്തതായി ബ്ലാക്ക് ക്യൂനിനെ H7ലേക്ക് മൂവ് ചെയ്ത് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ H5 മുഴുവനായും കൺട്രോൾ ചെയ്യുന്നു. വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ വൈറ്റ് നൈറ്റിനെ C5 തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ്. അതിനായി നൈറ്റിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. നൈറ്റിനിപ്പോൾ ബിഷപ്പിന്റെ സപ്പോർട്ടുണ്ട്. അടുത്തതായി ബ്ലാക്ക് നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത ഒരൊറ്റ മൂവിൽ ക്യൂനിനെ H2ലേക്ക് മൂവ് ചെയ്ത് ചെക്ക്മേറ്റ് കൊടുക്കുകയാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ക്യൂൻ ഉപയോഗിച്ച് ബ്ലാക്കിന്റെ നൈറ്റിനെ വെട്ടിമാറ്റേണ്ടി വരും. അപ്പോൾ ബ്ലാക്കിന് ബിഷപ്പ് ഉപയോഗിച്ച് വൈറ്റിന്റെ ക്യൂനിനെ വെട്ടിയെടുക്കാം. അങ്ങനെ കളി ബ്ലാക്കിന് അനുകൂലമായി വരികയും ചെയ്യും. അതല്ലാതെ ഈ പൊസിഷനിൽ വൈറ്റ് റൂക്കിനെ മൂവ് ചെയ്ത് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് എങ്കിലും ബ്ലാക്കിന് തന്നെയായിരിക്കും കളി ജയിക്കാൻ കഴിയുക. കാരണം ഇങ്ങോട്ടേക്ക് ബ്ലാക്കിന്റെ നൈറ്റിനും ബിഷപ്പിനും കൺട്രോൾ ഉണ്ട്. അതുമല്ലാതെ വൈറ്റ് കിങ്ങിന് തുടർച്ചയായി ബ്ലാക്കിന്റെ ചെക്ക് ലഭിക്കുന്നതോടെ ബോർഡിന്റെ സെന്ററിലേക്ക് കയറി വരികയും ഉടനെ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ഈ ഒരു ട്രാപ്പിന്റെ പേരാണ് ചിഗോറിയൻ ട്രാപ്പ്. ഈ ഒരു ട്രാപ്പിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നും ഈ ട്രാപ്പിന്റെ ഫുൾ വാരിയേഷനും മറ്റൊരു വീഡിയോ ആയി സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ചെസ് ട്രാപ്പ് സീരീസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മറ്റു വാരിയേഷൻസ് ഒന്നും തന്നെ ഈ വീഡിയോയിൽ പറയാത്തത്. കൂടുതൽ വീഡിയോകൾക്കായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.